ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം അതിരുകളില്ലാത്ത പ്രവാചക സ്നേഹം എന്ന വിഷയമാണ്. എല്ലാ സ്നേഹത്തിനും അതിരുകളുണ്ട്, പരിധികളുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും മക്കളെ സ്നേഹിക്കുന്നതിനും ഭാര്യമാരെ സ്നേഹിക്കുന്നതിനും സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നതിനും ഗുരുനാഥന്മാരെ സ്നേഹിക്കുന്നതിനും എല്ലാ സ്നേഹങ്ങൾക്കും അതിരുകളും പരിധികളും ഉണ്ട്. അതിരുകളില്ലാത്ത ഒരേ ഒരു സ്നേഹം ലോകത്തൊരു മനുഷ്യന് സമർപ്പിക്കൽ അനിവാര്യമാണെങ്കിൽ മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഒരു റബീഉൽ അവ്വലിന്റെ നബിദിനത്തിൽ ഒതുക്കി നിർത്തുന്ന പ്രവാചക സ്നേഹത്തിലുപരി ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും ഒഴിഞ്ഞു പോകാതെ മനസ്സിന്റെ അകത്തളത്ത് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രവാചക സ്നേഹത്തിന്റെ തീജ്വാലകൾ പടർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ 2 മണിക്കൂറിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി, ഉൾക്കൊണ്ടേണ്ട പോലെ ഉൾക്കൊണ്ട്, സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ 2 വ്യക്തികളുടെ അന്ത്യമാണ് ഈ വിഷയത്തിലേക്ക് കടക്കാൻ ഞാനൊരു കവാടമായി കണ്ടെത്തുന്നത്. ഒന്ന് അബൂലഹബ്, മറ്റൊന്ന് അബൂജഹൽ. ഇസ്ലാമിക ചരിത്രത്തിൽ 2 പേരും മരണപ്പെട്ടു പോയത് കാഫിറായിട്ട് തന്നെയാണ്. കാഫിറായിട്ട് തന്നെ മരണപ്പെട്ടു പോയ അബൂലഹബിന്റെയും അബൂജഹലിന്റെയും മരണം, അല്ലെങ്കിൽ അവരുടെ അന്ത്യം എന്തിനാണ് ആമുഖമായി നിങ്ങളോട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, അതിന്റെ ഉള്ളിൽ ഒരു പ്രവാചക സ്നേഹത്തിന്റെ മാറ്റൊലി മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒന്നാമത് അബൂലഹബിന്റെ മരണത്തെക്കുറിച്ച് പറയാം. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ദീനിന് പ്രബോധനം നടത്താൻ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുമ്പോ അതുവരെ അള്ളാന്റെ റസൂലിന് അല്ലമീൻ എന്ന് വിളിച്ചിരുന്ന, വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും വിളിച്ചിരുന്ന ആയിരക്കണക്കാറ് ജനങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ മന്ത്രം അങ്ങോട്ട് ഉച്ചരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആദ്യമായി ലോകത്തിന്റെ നായകന്റെ മുഖത്ത് നോക്കിയിട്ട് തബ്ബല്ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ലോകത്തെ ഒരേ ഒരാൾ അബൂലഹബാണ്. മനസ്സിന്റെ അകത്ത് മുഴുവൻ വെറുപ്പ് സമ്പാദിച്ചു വെച്ചുകൊണ്ട്, മനസ്സിന്റെ അകത്ത് മുഴുവനും പ്രവാചകനോടുള്ള എതിർപ്പ് സമ്പാദിച്ചു വെച്ചുകൊണ്ട്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകും. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആദ്യം അബൂലഹബാണ് പറഞ്ഞത്, മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന്. അതാർക്കാണ് ഇഷ്ടപ്പെടുക? അള്ളാഹു പടച്ച തമ്പുരാൻ അത് വെറുത്തുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ പറഞ്ഞു വിടുകയാണ്. ലോകത്തിന്റെ പരിമളങ്ങളും മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രഭാഷണത്തിന്റെ തുടക്കം കുറിച്ച പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹരിച്ച അബൂലഹബിന് എതിരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ കരങ്ങളാ നശിച്ചു പോയിരിക്കുന്നത്, അബൂലഹബാണ് നശിച്ചു പോയിരിക്കുന്നത്, അബൂലഹബാണ് നശിച്ചു പോയിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, മാ ഗനാനു മാലുഹു വമാ കസബ്. ഒരിക്കലും അബൂലഹബിന് അള്ളാഹുവിന്റെ സർവനാശം വരുമ്പോ അബൂലഹബിനെ രക്ഷപ്പെടുത്താൻ അബൂലഹബിന്റെ പണത്തിനും പവറിനും സാധിക്കൂല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. ഒരിക്കലും അബൂലഹബിന്റെ സർവ്വവിധ നാശവും വന്നു കഴിഞ്ഞാൽ അവന്റെ പണം കൊണ്ടും അവന്റെ പവർ കൊണ്ട് അബൂലഹബിന് രക്ഷപ്പെടാൻ കഴിയൂല എന്ന പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനം വന്നു. അള്ളാന്റെ റസൂലിനെ ശപിച്ചതുകൊണ്ട് അബൂലഹബിനെ പരിശുദ്ധ ഖുർആൻ ശപിച്ചു. എന്നിട്ട് അബൂലഹബിന് ഒരു പ്രശ്നം ഉണ്ടായില്ല.
ഖുർആൻ ശപിച്ചതിന് ശേഷം 10 വർഷക്കാലം അബൂലഹബിന്റെ ഒരു തകരാറും ഉണ്ടായില്ല, യാതൊരുവിധ വിഷമങ്ങളും ഉണ്ടായില്ല. അവസാനം അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ ഒരുപാട് സന്തോഷിച്ചു. ഖുർആൻ നിങ്ങൾ നശിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രശ്നവും വന്നിട്ടില്ലല്ലോ. സഹാബത്തിനോടൊക്കെ അവര് വന്ന് പറഞ്ഞു, അബൂലഹബിന്റെ സർവ്വവിധ നാശവുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിട്ട് നമ്മുടെ അബൂലഹബിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഖുർആൻ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് അബൂലഹബിന് പനി പിടിക്കുകയാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവസാനം അബൂലഹബ് ശരീരത്തിന്റെ വ്രണങ്ങൾ പൊട്ടിയിട്ട് ചീഞ്ചരങ്ങൾ പൊട്ടിയൊഴുകി ദുർഗന്ധം അസഖ്യമായപ്പോൾ ജനങ്ങൾ തന്നെ അബൂജഹലിനെ വലിയ ഒരു പാത്രത്തിൽ കെട്ടി, വലിയൊരു ചാക്കിൽ കെട്ടിയിട്ട് ഏതു പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ നിന്നപ്പോഴാണോ തെരുവിളിച്ചത്, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അബൂലഹബിനെ താഴേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ചരിത്രം പറയുകയാ. ഏതു പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴാണോ, ഏത് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴാണോ അള്ളാന്റെ റസൂലിനെ അബൂലഹബ് ചീത്ത വിളിച്ചത്, ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും അബൂലഹബിനെ താഴേക്ക് കെട്ടി വലിച്ചെറിഞ്ഞു. അബൂലഹബ് എങ്ങനെയാണ് മരിച്ചതെന്ന് ലോക ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. തലഭാരക്കല്ലിൽ ഇടിച്ചിട്ടാണോ, മക്കയുടെ മുകൾ ഭാഗത്ത് അബുൽ ഖുബൈസ് പർവ്വതത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ തലവന്ന് പാറയിലിടിച്ചിട്ടാണോ, വന്യകാട്ടുമൃഗങ്ങൾ വന്ന് അബൂലഹബിന്റെ ശരീരം വലിച്ചു കീറിയിട്ടാണോ, വിഷസർപ്പങ്ങൾ കൊത്തിയിട്ടാണോ എന്ന് ലോക ചരിത്രത്തിൽ അറിയാൻ കഴിയാത്ത ഒരേ ഒരു മരണം അബൂലഹബിന്റെ മരണം മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് തബ്ബല്ലകയാ മുഹമ്മദ്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകന്റെ തലയിലേക്ക് ചെയ്ത ശാപമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ അബൂലഹബിന്റെ തലയിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒന്ന് അബൂലഹബിന്റെ മരണം, രണ്ട് അബൂജഹൽ. അബൂജഹലും കാഫറായിട്ട് തന്നെയാ മരണപ്പെട്ടത്, ഈമാനോട് കൂടിയൊന്നും അല്ല. പക്ഷേ അബൂജഹലിന്റെ മരണത്തിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു. എന്ത് മര്യാദയാ? അബൂജഹൽ എന്തുകൊണ്ട് മുസ്ലിമായില്ല എന്ന ഒറ്റ ചോദ്യമേ, ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അസൂയ കൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. എന്തെങ്കിലും വെറുപ്പ് അബൂജഹലിന് പ്രവാചകനോടുണ്ടെങ്കിൽ ആ വെറുപ്പ് എന്തിന്റെ പേരിലാ? ഖുറൈശികളൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ, ധനവും പ്രതാപവും നമ്മളിലാണേ, രാജാക്കൾ ഞങ്ങളിൽ പെട്ടവരാണേ, നേതാക്കൾ ഞങ്ങളിൽ ഉള്ളവരാണേ, എന്നീട്ടിയെത്തിമായോ നബിയായി വന്നോ. അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിനെ എതിർത്തത് എന്തുകൊണ്ടെന്നറിയുമോ? ഈ ലോകത്ത് ഏറ്റവും അധികം പണമുള്ളത് എനിക്കാണല്ലോ, അതുകൊണ്ട് ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കുമെന്ന് വാശി പിടിച്ചുപോലെ അബൂജഹൽ. ഒരിക്കലും മുഹമ്മദ് പ്രവാചകനാകാൻ പാടില്ല, പ്രവാചകനാകണമെങ്കിൽ അത് ഞാനായിരിക്കണമെന്ന് വാശി പിടിച്ചുപോയ അബൂജഹൽ അസൂയ മൂത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി അംഗീകരിക്കുന്നത്. പക്ഷെ ഉള്ളുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആർക്കൊരു സ്നേഹമുണ്ടായിരുന്നു? അബൂജഹലിനൊരു സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അബൂലഹബ് മരിച്ചതുപോലെയല്ല അബൂജഹൽ മരിച്ചത്. അബൂജഹൽ മരണപ്പെട്ടത് ബദർ യുദ്ധത്തിന്റെ രണാകടത്തിലാ. ഇസ്ലാമിന്റെ ശത്രുവാർ അബൂജഹലിന്റെ തലയെടുക്കാൻ, പ്രവാചകനെ തെരുവിളിച്ച് അബൂജഹലിന്റെ തലയെടുക്കാൻ മുആദ് എന്ന പേരുള്ള മുഅബ്ബിദ് എന്ന പേരുള്ള രണ്ട് ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര്, ആ രണ്ട് ചുണക്കുട്ടന്മാർ ഉരുപ്പിടിച്ച വാളും കയ്യിൽ വെച്ചുകൊണ്ട് അബൂജഹലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നീയല്ലേ നമ്മുടെ പ്രവാചകരെ തെരുവിളിച്ചത്, അതുകൊണ്ട് നിന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മുആദും മുഅബ്ബിദും എന്ന് പറയുന്ന രണ്ട് മക്കൾ മത്സരിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ അബൂജഹൽ പറഞ്ഞു കൊടുത്തരം തന്നറിയോ, എന്റെ തല നിങ്ങൾ വെട്ടിയെടുക്കും
വെട്ടിയെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നെഞ്ചിന്റെ താഴ്ഭാഗത്ത് വെച്ച് എന്റെ തല നിങ്ങൾ വെട്ടണേ. കാരണം മുഹമ്മദിന്റെ മുമ്പ് കൊണ്ട് വെച്ചു കൊടുക്കുമ്പോ അഭിമാനത്തോടെയാണ് അബൂജഹൽ മരിച്ചതെന്ന്, തലയെടുപ്പോടെയാണ് അബൂജഹൽ മരിച്ചതെന്ന് മുഹമ്മദ് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂജഹൽ മരിച്ചത്. നെഞ്ചിന്റെ താഴ്ഭാഗത്ത് വെച്ച് അബൂജഹലിന്റെ തല വെട്ടി പ്രവാചകന്റെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തി. ആ തലയെടുപ്പോടുകൂടി മരിക്കാൻ അബൂലഹബിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അബൂലഹബ് പ്രവാചകനെ ശക്തിയുക്തം എതിർത്തു. അബൂജഹൽ അത് ചെയ്തില്ല. അതുകൊണ്ട് അബൂജഹൽ എതിർത്തത് ഉള്ളിന്റെ ഉള്ളിലുള്ള അസൂയ കൊണ്ടാണ്, ഒരല്പ സ്നേഹം പ്രവാചകനോടുള്ളത് കൊണ്ട്. അബൂജഹലിന് അബൂലഹബിന്റെ പോലെ ദാരുണമായ അന്ത്യം അല്ലാഹു കൊടുത്തില്ല. അതുകൊണ്ട് ഒരല്പ സ്നേഹത്തിന്റെ നീരുറവയെങ്കിലും കാസർഗോഡ് ജില്ലയുടെ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് റോസും ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഖൽബിന്റെ ഉള്ളറയിലില്ലാരെങ്കിൽ ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടമാണ്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ, പ്രവാചകനെ എതിർത്തുകൊണ്ട് ജീവിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. പ്രവാചകൻ സാധാരണ മനുഷ്യനാണ്, പ്രവാചകന്റെ ഇസ്രാ മിറാജ് സ്വപ്നമാണ്, പ്രവാചകൻ നമ്മളെ പോലെയുള്ള ആളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ സാറേ. ആകെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ പെണ്ണുമുള്ളക്ക് നടുവേദന, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ കുഞ്ഞിന് ആകെ പനി പിടിച്ച് കിടക്കുന്നു, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കട നടത്തുമ്പോ കച്ചവടമില്ല, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് എന്നും കടവും ബഹളവും ലഹളയുമാണ്. സ്വലാത്ത് എതിർക്കുന്ന, മൗലിദിനെ എതിർക്കുന്ന, പ്രവാചകനെ ധിക്കരിക്കുന്ന, പ്രവാചകനെ കുറ്റപ്പറയുന്ന, മദീനയിൽ സിയാറത്തിന് പോകുന്ന ഒരു ശിർക്കാണെന്ന് പറയുന്ന കാപാലികന്മാർക്ക് ദുനിയാവിലൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അവര് നീളമുള്ള പാന്റും ടൈയൊക്കെ കെട്ടി അടിപൊളിയായി വലിയ നീളമുള്ള മൊബൈലൊക്കെ ചെവിയിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ ഭയങ്കര AC കാറിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നു, പള്ളിയേക്കാൾ വലിയ വലിയ കൊട്ടാരമൊക്കെ വെക്കുന്നു. പക്ഷെ എന്ത് വിഷയം, നമ്മൾ മാത്രമേ അവർക്ക് അള്ളാഹു കൊടുത്തത് അബൂലഹബിന് കൊടുത്തത് പോലെയാ. ഖുർആൻ ശപിച്ചിട്ട് അബൂലഹബിന് 10 വർഷത്തോളം ഒരു തകരാറും ഉണ്ടായില്ല. എന്നിട്ട് അള്ളാഹു ഒരു കൊടുപ്പ് അങ്ങോട്ട് കൊടുത്തു. അതങ്ങ് കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ് എല്ലാം കൂടി ഒരുമിച്ചാ കിട്ടിയത്. അതുപോലെ നിങ്ങളുടെ മുന്നിൽ പേന്റിട്ടുകൊണ്ട് ടൈയിട്ടുകൊണ്ട് പ്രവാചകനെയും അഹ്ലു ബൈത്തിനെയും മാണിക്കോത്ത് പള്ളിയുടെ പരിശുദ്ധ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാനാര വലിയനെ പോലെയുള്ള കാസർഗോഡ് ജില്ലയുടെ പരിശുദ്ധവാര പള്ളികളുടെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നൂറുകണക്കാറ് ആയിരക്കണക്കാറ് മഹാന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിന്റെ തനതാര ആദർശത്തെ ചവിട്ടി തേച്ചുകൊണ്ട് നടക്കുന്ന കാപാലികന്മാർക്ക് അല്ലാഹു സുഖം കൊടുത്തത് അബൂലഹബിന് കൊടുത്തതുപോലെയാ. അവസാനം പണി കൊടുക്കുമ്പോ എല്ലാം കൂടി ഒരുമിച്ചങ്ങ് കൊടുക്കും. അപ്പോ നിങ്ങൾക്ക് സമാധാനം. അന്നേ പറഞ്ഞില്ലേ, മരിച്ചു കിടന്ന കണ്ട ഒരു നായയുടെ മുഖം പോലെ കറുത്ത് കരിവാളിച്ച്. ഇവൻ ഇത്രയും കാലം പ്രവാചകനെ ചീത്ത വിളിച്ചത് കൊണ്ട്, പ്രവാചകനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട്, പ്രവാചകനെ ആക്ഷേപിച്ചത് കൊണ്ട് അവൻ കിടക്കുന്ന കണ്ടോ എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കും. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യം സ്നേഹിച്ചതാരാ? അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യം സ്നേഹിച്ചതാരാ? പറയാൻ കഴിയും? ആർക്കറിയും? അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യം സ്നേഹിച്ചതാരാ? മാമരുഭൂമിയും മരതക കാടും തീർത്തവനേ തമ്പുരാനെ, മലരും മലര് മണവും മധു തീർത്തവനേ ആദൽ ജലാല്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ലോകത്താദ്യമായി അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതാരാ? അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യമായി സ്നേഹിച്ചതാരാ? അള്ളാഹു പടച്ചതമ്പുരാനാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്നെയാണ്. ലോകത്താദ്യമായി അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും അധികം സ്നേഹിച്ചത് അള്ളാഹു തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്താ? വറഫഅനാ ലക ദിക്റക, നബിയേ അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്നു. റസൂലേ അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ഥലത്ത് ബാങ്ക് വിളിച്ച് തീരുമ്പോ അടുത്ത സ്ഥലത്ത് ബാങ്ക് വിളിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയ ഒരു സഹോദരൻ പറഞ്ഞു, സാറേ ഗൾഫിൽ മൊത്തം അറബിയാണ്, ബാങ്ക് മാത്രം മലയാളത്തിലാണ്.
കാരണം അവൻ ആലോചിച്ചപ്പോ ഇവിടത്തെ വാങ്ക് തന്നെയാണ് അവിടെ കേൾക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടത്തെ വാങ്ക് അവിടെ കേൾക്കണമെങ്കിൽ അത് മലയാളമായിരിക്കുമെന്ന് മുമ്പ് ചിന്തിച്ചു. ലോകത്തെവിടെയും അങ്ങനെയാണ്. ഏറ്റവും അധികം മനസ്സിനെ തളർത്തിക്കളയുന്ന ബാങ്ക് എവിടത്തെ ബാങ്കാണ്? ഖാമുറൂസ് നടക്കുമ്പോ ഈ മാണിക്കോത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുന്ന ബാങ്കാണോ? അതല്ല ഈ വിനീതനി കാസർഗോഡ് ജില്ലയുടെ പരിസരങ്ങളിൽ പ്രവാസനത്തിന് പോകുമ്പോൾ അവിടത്തെ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്ന ബാങ്കാണോ? ലോകത്ത് ഏറ്റവും അധികം മനസ്സിനെ കലക്കിക്കളയുന്ന ബാങ്ക് എവിടുത്തെ ബാങ്കാ എന്റെ പ്രിയമുള്ളവരെ? എവിടുത്തെ ബാങ്കാ? എവിടുത്തെ ബാങ്കാ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഗൾഫിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവന്ന് കാണാതിരിക്കണ പോലെ അങ്ങനെ അന്തം വിട്ടിരുന്നു. എവിടുത്തെ ബാങ്ക? നമ്മളെ പള്ളിയിൽ ബാങ്കായിരിക്കും. മോദി സാഹിബ് ആരെങ്കിലും പറയണോ എന്റെ ബാങ്കാന്ന് പറയണാന്ന് പറയും. എവിടുത്തെ ബാങ്ക? അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്ന അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലൂറങ്ങും പ്രവാചകരെ മദീനത്തെ മാടപ്പീറാവുകളെ പാറിപ്പറക്കും മിനാരമിലേ. ലോകത്തിന്റെ സർവാനുഗ്രഹങ്ങളുടെയും പേമാരി ഓരോ സെക്കൻഡിലും പെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലമേറാ? ഡൽഹിയിലെ താജ്മഹലല്ല, കുത്തുബ് മിനാറല്ല, ഗോൾഡൻ വാലിയല്ല, വീഗാലാൻഡല്ല, ബേക്കൽ കോട്ടയിലെ മനോഹരമായ കെട്ടിടങ്ങളുടെ സ്ഥാപനങ്ങളുമല്ല. എന്റെ പ്രിയപ്പെട്ടവര്, ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലമേറാ? അള്ളാന്റെ ഹബീബ് കടന്നിറങ്ങുന്ന രാജകുമാരന്റെ ശരീരം വെച്ചിരിക്കുന്ന മദീന. ആ മദീന മണ്ണറയിലെ മണിയറയുടെ മുമ്പിലുള്ള പൂന്തോട്ടമാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലം. ലോകത്തെ ഏറ്റവും അധികം ഭംഗിയുള്ള ബാങ്ക് എവിടത്തെ ബാങ്കാ? മദീന മുനവ്വറയിലെ റൗളാ ശരീഫിന്റെ മുകൾ ഭാഗത്തുള്ള മിനാരത്തിന്റെ മുകളിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിളിക്കപ്പെടുന്ന മധുരമുള്ള ബാങ്കാണ്. അപ്പൊ അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, നബിയേ, ഓരോ സ്ഥലത്തും അങ്ങയുടെ പേരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് ബാങ്ക് വിളിച്ച് തിരുമ്പോ അടുത്ത സ്ഥലത്ത് ബാങ്ക് തുടങ്ങും, അടുത്ത സ്ഥലത്ത് ബാങ്ക് വിളിച്ച് തിരുമ്പോ അവിടെ ഇങ്ങനെ തുടങ്ങി ഈ സെക്കൻഡിലും ഞാൻ ഇവിടെ ഈ മാണിക്കോത്ത് നിങ്ങൾക്ക് മുന്നിൽ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബിന്റെ പേരിങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ മുഴങ്ങി കേൾക്കുന്ന മറ്റൊരു പേര് ലോകത്തില്ല. ഇത് അള്ളാഹു പ്രവാചകനെ സ്നേഹിച്ചതിന്റെ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണമോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ അകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ പേര് ഖുർആൻ പറയുന്നുണ്ട്. ആദം, ഇദ്രീസോട് നൂഹും ഹൂദും നബി സാലിഹ് ലോത്ത് ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖോ യാക്കൂബ് ജണ്ടും മതിമുകലങ്ക് പവിഴം പോലഴകിനു മരസനം തിരി യൂസുഫ് അവർ അണികളിൽ വിലസിടിൻ നബി അയ്യൂബ് അവർ ശുഐബാവും സുലൈമാനും അറുനബിയും മൂസാ ഹൂദും അൽയസബിൽ യാസുബ് യൂനുസുമേ സക്കരിയ ദാവൂദും യഹ്യ ഈസ മുഹമ്മദ് നബിയുള്ള താജുൽ അംബിയ സല്ലല്ലാഹ്. 25 പ്രവാചകന്മാരുടെ പേര് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ അകത്ത് പറയുമ്പോ ആ പ്രവാചകന്മാരെയല്ല അള്ളാഹു എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? യാ മൂസ, യാ ഈസ, യാ യഹ്യ, യാ ദാവൂദ്, യാ സുലൈമാൻ, യാ ഇല്യാസ്, യാ യൂസുഫ്, യാ യൂനുസ്, യാ സക്കരിയ എന്ന് തുടങ്ങി ഓരോ പ്രവാചകന്മാരെ, അല്ലയോ ഈസ നബിയെ, അല്ലയോ മൂസാ നബിയെ, അല്ലയോ ഇബ്രാഹിം നബിയെ, അല്ലയോ ഇല്യാസ് നബിയെ, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിളിച്ചു പോരെങ്കിൽ ലോകത്തിന്റെ മാണിക്യമുത്തിന്റെ പേര് യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് അല്ലാഹുവിന്റെ ഖുർആനകത്ത് അല്ലാഹു വിളിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരെയും യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം എന്നൊക്കെ വിളിച്ചെങ്കിലും യാ മുഹമ്മദ് എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ബഹുമാനം കൊണ്ടാണ്. ഇപ്പോ ഒരാളുടെ പേര്, ഇപ്പൊ എന്നെ 10 കൊല്ലം പഠിപ്പിച്ച ഉസ്താദ് സ്റ്റേജിലുണ്ടെങ്കിൽ എന്റെ ഉസ്താദിന്റെ പേര് ഞാൻ മൈക്കിലൂടെ പറയൂല, എന്റെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ എന്നേ പറയൂ. പേര് പറയുന്നത് അനാദരവാണ് പലപ്പോഴും. എന്റെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ എന്നേ പറയുള്ളൂ.
അങ്ങനെ ഞാൻ പറയാൻ കഴിയുള്ളൂ. ഞാനൊരു സ്ഥലത്ത് മണ്ണാർക്കാട് ഭാഗത്ത് പ്രസംഗത്തിന് പോയപ്പോ സ്വാഗതം പറയാനായിട്ടൊരു സഹോദരൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ബഹുമാനപ്പെട്ട ഷീഖുന ഷീഖുൽ ആലം നൗഷാദ് ബാഖവി സദസ്സിലെത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോ എനിക്ക് ആകെ ചിരിയാ വന്നത്. കാരണം എന്റെ ഉസ്താദിനെ പോലും ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഉസ്താദിന് ഇഷ്ടമല്ല. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്താ അങ്ങനെ വിളിച്ചത്? ഇത്രയും ജനങ്ങൾ വരുമ്പോ പിന്നെ നിങ്ങൾ ഷീഖല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ആള് കൂടുന്ന ഷീഖാണെങ്കിൽ ഇരഞ്ഞോളി മൂസയിലെ ഏറ്റവും വലിയ ഷീഖ്. ഇവിടെ പാടാൻ വന്നാലേ വെറുമി ടോമി അതിന്റെ താഴത്തെ ഷീഖാവും. അപ്പൊ ആള് കൂടുമ്പോഴല്ലേ ഷീഖ്. ഷീഖ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്ന മഹാനുഭാവന്മാരാണ് ഷീഖ്. നമ്മൾ ആ പദവിയിലേക്ക് എത്തിയില്ലല്ലോ. ഇതിപ്പോ എന്റെ തൊണ്ട അടയ്ക്കുമ്പോ ഈ ജനങ്ങളൊക്കെ ഒന്നും പോകില്ല, അള്ളാഹു തആല കാക്കട്ടെ. കാരണം ആ ഒരു പ്രസംഗത്തിനോടുള്ള താല്പര്യം കൊണ്ടും വിഷയങ്ങൾ കേൾക്കാനുള്ള താല്പര്യം കൊണ്ടും സമുദായത്തെ തമ്മിലടിപ്പിക്കാതെ ഒരു ആശയം പറയുന്നത് കൊണ്ട് അതിനോട് ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത്, അല്ല ശൈഖുൽ ആലമായത് കൊണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാളുടെ പേര് പറയുന്നത് അയാളോടുള്ള അനാദരവാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് അള്ളാന്റെ റസൂലിനെ യാ മുഹമ്മദ് എന്ന് അള്ളാഹു വിളിച്ചിട്ടില്ല. പിന്നെയും പ്രവാചകനോടുള്ള അള്ളാന്റെ പ്രേമത്തിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണമോ? ഒരുപാട് പറയാനുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് ഉദാഹരണം കൂടി പറഞ്ഞിട്ട് മാലാഖമാരുടെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ. ഈ വിഷയത്തിന്റെ ഒരു തർത്തീബ് ഞാൻ ആദ്യം പറയാം. ഒന്ന്, അള്ളാഹു സ്നേഹിച്ച പ്രവാചകൻ. രണ്ട്, മലക്കുകൾ സ്നേഹിച്ച പ്രവാചകൻ. മൂന്ന്, പ്രവാചകന്മാർ സ്നേഹിച്ച പ്രവാചകൻ. നാല്, പ്രപഞ്ചം സ്നേഹിച്ച പ്രവാചകൻ. അഞ്ച്, സഹാബത്ത് സ്നേഹിച്ച പ്രവാചകൻ. ആറ്, നമ്മൾ സ്നേഹിക്കേണ്ട പ്രവാചകൻ. ഇത്രയും ഇന്ന് പറയാനുള്ളതാ. കസേരയർത്ത് തീർന്നില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സ്നേഹം തിരിച്ചു കൊടുത്ത ചില വ്യക്തികളുടെ കണ്ണീരലിയിപ്പിക്കുന്ന ചരിത്രം അത് പറഞ്ഞ് കണ്ണുനീരോടുകൂടി തന്നെ മാണിക്കോത്ത് മഖാം ഉറൂസിന്റെ 1ാമത്തെ ദിവസം സ്വലാത്തിന്റെ അകമ്പടിയോടെ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അള്ളാഹു സ്നേഹിച്ചതിന്റെ അടുത്ത ഉദാഹരണം, അള്ളാഹു പ്രവാചകനോടെന്താ പറഞ്ഞത്? നബിയേ, ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണണ്ടേ റസൂലേ. അള്ളാന്റെ റസൂല് പറഞ്ഞ് കാണണം റബ്ബേ, കാണണം. അങ്ങനെ അള്ളാഹു പടച്ച തമ്പുരാൻ റസൂലിനെ വിളിച്ചു, സ്വന്തം സ്ഥലത്തേക്ക് വിളിച്ചു. കാണണം, ഒരു ആഗ്രഹമാണ്. കുറെ കാലം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലാഗ്രഹം. സ്നേഹം മൂർധന്യതയിലെത്തുമ്പോഴാണ് നേരിട്ട് കാണുന്നത്. അത് ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആദ്യം മിസ് കോൾ അടിക്കും, പിന്നെ മെസ്സേജ് അയക്കും, പിന്നെ രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പോ +2 പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ നിന്ന് കൂക്കു കൂക്കു മെസ്സേജ് പറഞ്ഞതാ. അപ്പോ അതിലിങ്ങനെ എഴുതി കാണിക്കും MUPILAN, മൂപ്പിലാൻ, ഉറങ്ങിയോ. മൂപ്പിലാനെന്ന് വിളിക്കൂല, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഉപ്പായ മൂപ്പിലാൻ എന്നാ വിളിക്കും. ചില സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ചെന്നപ്പോ പ്രൊഡ്യൂസർ എന്നാ വിളിക്കും. അത് വിവരം കൂടി പോയോണ്ടാ. വാപ്പാടെ പേര് പ്രൊഡ്യൂസർ എന്ന്. വാപ്പ വലിയ പവറിൽ നടക്കാം, എന്താ അർത്ഥം വാപ്പയോടെന്ന് അറിയില്ല. അതുകൊണ്ട് അപ്പോ അങ്ങനെ മെസ്സേജിലൂടെ മിസ് കോളിലൂടെ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തല്ലോ, ഒരു ബന്ധം. എന്നോട് ഒരാൾ ചോദിച്ചതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫർസാന എന്ന ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ മൗലൂദിൽ എങ്ങനെ ഉണ്ടല്ലോ? ഞാൻ പറഞ്ഞു മൗലൂദിൽ ഫർസാന എന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞത് ഏത് ഭാഗമാ? അല്ല, അതിന്റെ അർത്ഥമാണെന്ന് തോന്നുന്നു. വീട്ടില് ഞാനും എന്റെ ഭാര്യയും കൂടെ ഇരുന്ന് യാ നബി സലാം പാടിയപ്പോ അതിന്റെ അർത്ഥമായിട്ട് മക്കള് വേറൊരു പാട്ട് പാടിയെന്നു. യാ നബി സലാം അലൈക്കും. ഇത് ഉപ്പായും മാമയുടെ അങ്ങനെ പാടിയപ്പോ മക്കള് വെളിയിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കും. അവര് പറഞ്ഞു ഫർസാന എന്നെ മറന്നോ, നെഞ്ചകം വിട്ട് പറന്നോ. അപ്പൊ ഉപ്പാപ്പ യാ നബി ഇങ്ങനെ പാടിയതാ. പാപ്പ വിചാരിച്ചത് റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ പേര് ഫർസാന. എന്ത് കഷ്ടമാണ്, തലച്ചോറി വെള്ളം വേണ്ടേ? സീരിയൽ കണ്ടുകൊണ്ടിരുന്നാ അറിയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഇന്ന് ആൽബം പാട്ടുകളും ബന്ധങ്ങളും രാത്രിയായി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് നിവർത്തി വെച്ചിട്ട് ഫേസ്ബുക്കിലൂടെ ആയിരക്കണക്കാരെ കാമുകന്മാരുടെ മെസ്സേജ് കൈമാറുമ്പോ അവസാനം നിന്റെ മധുരമുള്ള ശബ്ദം കേട്ടിട്ട് എനിക്ക് ഇരിക്കപ്പുറതിയില്ല. മാണിക്കോത്ത് നാട്ടിൽ എനിക്കൊരു സമാധാനമില്ല. ഞാൻ ചരിഞ്ഞു കിടക്കുമ്പോ നിന്റെ മുഖം, മലന്നു കിടക്കുമ്പോ നിന്റെ മുഖം, കമിഴ്ന്നു കിടക്കുമ്പോ നിന്റെ മുഖം കണ്ടേ പറ്റൂ. എവിടെ വെച്ച് കാണാം? പൗള് പറയും, നീ മാണിക്കോത്ത് ജംഗ്ഷനിൽ നിന്ന് വരൂ,
4 മണിക്ക് കാസർഗോഡ് ടൗണിൽ വരും. അല്ലോ കാസർഗോഡ് ടൗണിൽ വരൂല, അവിടെ വന്ന അടിയാ. അങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിളിച്ചു കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ പെണ്ണിനോടുള്ള നിന്റെ ഭൂതി അങ്ങോട്ട് തീരും ചെല്ലും. കാരണം ഫോണിലൂടെ കേട്ട ശബ്ദത്തിന്റെ സൗന്ദര്യം ചിലപ്പോൾ ശരീരത്തിനുണ്ടാവില്ല. ജീവിതത്തിൽ പിന്നെ ആരെയും നീ ഫോൺ വിളിക്കത്തുമില്ല. അതുകൊണ്ട് കാണണമല്ലോ, അള്ളാഹുവിനെ കാണണം, റസൂലിനെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി കമിസ്കാതിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാദ അസ്സുജാദതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യ് യുഖദു മിൻ ശജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നൂർ പേര് പോലെ തന്നെ പ്രകാശപൂരിതമായ ആയത്തുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ അധ്യായത്തിലൂടെ അള്ളാന്റെ പ്രകാശത്തെ കുറിച്ച് പറയുകയാ. അള്ളാന്റെ പ്രകാശം വിശദീകരിക്കാൻ ഏത് മുഫസ്സിരീങ്ങൾക്കാ കഴിയുന്നത്? അള്ളാഹുവിനെ കാണാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചു പോയപ്പോ കലീമുല്ലാഹി മൂസാ നബി പടച്ച തമ്പുരാനെ കാണാ അള്ളാന്റെ പ്രകാശത്തിന്റെ കോടാനുകോടി രശ്മികളിൽ നിന്ന് ഒരു രശ്മി മാത്രം തുരിസീനാ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയേറ്റുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ട് നിലത്ത് വീണുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ പടച്ചതമ്പുരാൻ എങ്ങനെയാണോ അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കാ പോവുകയാ. എങ്ങനാണ് കൊണ്ടുവരുന്നത്? അള്ളാഹു തന്നെ പറഞ്ഞു വിടുകയാണ് ഒരു വാഹനം. അള്ളാഹു തന്നെയാണ് പറഞ്ഞു വിടുന്ന ഒരു വാഹനം. ഇന്നോവയും സ്കോർപിയോയും ടാറ്റാ സഫാരി കോൾസ് ഒന്നും വന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് അതിൽ കയറി പോകാൻ പറ്റൂല. കാരണം വലിയ ദൂരമാണ്, പെട്ടെന്ന് തിരിച്ചു വരാൻ വേണം. കുറേ ദിവസം ഇങ്ങനെ അറസിന്റെ ഭാഗത്ത് പോയി കുറെ ദിവസം കഴിഞ്ഞ് മടങ്ങി വരാൻ പറ്റൂല. ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ കഴിയണം. അതിന് പറ്റിയ ഒരു വാഹനം വേണം. വെള്ളം ഒഴിക്കാൻ ഏതെങ്കിലും ചെറുപ്പക്കാർ സ്ഥലത്ത് കയറി വന്നാല് വെള്ളം ഒഴിച്ചു തരണം ആരെങ്കിലും. അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി വിളിച്ചു കൊടുത്തയച്ച വാഹനത്തിന്റെ പേര് ഇസ്മുഹാ ബുറാഖ്. ബുറാഖ് എന്ന വാഹനമാണ്. ആ ഒരു വാഹനം എന്റെ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ലോകത്ത് അള്ളാന്റെ റസൂലിനല്ലാതെ ആ വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. جبريل وقف في سده رعبا فودع وخطف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. അള്ളാന്റെ റസൂലിനെ ആ വാഹനത്തിന്റെ അകത്ത് കയറ്റുകയാ. എങ്ങനെയുള്ള വാഹനമാണ്? സെക്കൻഡുകൾ കൊണ്ട് ആകാശലോകം കടന്നു പോകാൻ പവറുള്ള വാഹനം. ചില ആൾക്കാര് ഓട്ടോ എടുത്തിട്ട് ഓട്ടോയ്ക്ക് പേരിടും ബുറാഖ്. 4 പ്രാവശ്യം പിടിച്ചടിച്ചു നോക്കിയാൽ സ്റ്റാർട്ട് ആവാത്ത ഓട്ടോയാ, എന്നാലും അതിന്റെ പേര് ബുറാഖ്. പുറകിൽ ആരെങ്കിലും വെള്ളം ഡ്രസ് എടുത്തുകൊണ്ടിരുന്നാൽ അവസാനം വെസ്റ്റ് ഇൻഡീസിലെ ക്രിക്കറ്റ് താരങ്ങളെ കണക്ക് കരിങ്കുറ്റിയെ പോലെ ഇരിക്കും കുറച്ചു കഴിയുമ്പോൾ. അങ്ങനെയുള്ള ഓട്ടോയുടെ ഇരുന്ന പേരും ബുറാഖ് എന്ന്. അങ്ങനെ ഒരു മര്യാദയ്ക്ക് നമ്മൾ പേരിടണം. ഒരു സ്ഥലത്ത് കാറ്ററിംഗ് സർവീസുകാർ പേരിട്ടു അബാബീൽ. ഞാൻ പറഞ്ഞു എന്താടാ പേരിടാൻ കാരണം? സാർ വേറൊന്നുമില്ല, ചോറിലും ഇറച്ചിയിലൊക്കെ ഇന്ന് മുഴുവനും കല്ലും മണ്ണും ഒക്കെ. അപ്പൊ ഈ കല്ലുമായി ബന്ധപ്പെട്ട പക്ഷി അബാബീൽ പക്ഷികളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേരെടുക്കട്ടെ, കല്ല് പറക്കുന്ന പക്ഷികളായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞ അബാബീൽ. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നതാ. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു വാപ്പ മോന് പേരിട്ടത് മുഹമ്മദ് അനിൽ എന്നാ. മുഹമ്മദ് അനിൽ സുനിൽ എന്നൊക്കെ പേരിടുന്നത് ഹൈന്ദവരാണല്ലോ. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പേരിട്ടത്? ആ നിങ്ങളെ പ്രസംഗത്തിൽ നിന്ന് ഖുർആൻ ആയത്തിലൂടെ കിട്ടിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പ്രസംഗത്തിൽ എവിടെ അനിൽ എന്ന് പറഞ്ഞ വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത് അനില. എന്തൊരവസ്ഥയാ, മിണ്ടാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പേരിടുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തയച്ച വാഹനം ബുറാഖാണ്. ആ ബുറാഖിനകത്ത് കയറിയിട്ട് റസൂലുള്ളാഹിനെ കൊണ്ടുപോവുകയാ. എന്തിനാണ് കൊണ്ടുപോയത്? ഒന്ന്
കാണാനുള്ള ആർത്തിമൂത്ത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യതയാണ് മിഅ്റാജ്. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റ്. ആ മിഅ്റാജ് രാവിന്റെ കാറ്റിനും തെന്നലിനും, ആ മിഅ്റാജ് രാവിലെ സാക്ഷിയായി പോയ അന്തരീക്ഷത്തിന് പോലും വല്ലാത്ത പുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലയോ നബിയായിട്ടുള്ള പ്രവാചകരെ, അല്ലാഹുവിന്റെ രക്ഷ അങ്ങേക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിഅ്റാജ് നടത്തിയത് എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂലിനെ അടുത്ത് വിളിച്ചിട്ട് അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ വകാന കാബ കൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അമ്പും വില്ലും ചേർന്നു പോകുന്ന പോലെ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവുമായിട്ട് ചേർന്നു. എന്നാ ചില വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നു ഇത് വെറും സ്വപ്നമായിരുന്നു, നബിതങ്ങൾ നേരിട്ട് പോയിട്ടില്ല, ഇത് വെറും സ്വപ്നമായിരുന്നു എന്ന് പറയുന്നു. നബിതങ്ങൾ സ്വപ്നം കാണാൻ മാത്രമുള്ള അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവർ, ചിന്തിച്ചു നോക്കി, ഒരു സ്വപ്നം കാണാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നബി. നമ്മൾ എന്തെല്ലാം സ്വപ്നം കാണുന്നു. 1 രൂപയ്ക്ക് നിവർത്തിയില്ലാത്ത നമ്മൾ ഇവിടെ കിടന്ന് സ്വപ്നം കാണുന്നു. ഇത്തിഹാദ് ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ട് അബുദാബി ചെന്നിറങ്ങുന്നു. സെറ്റപ്പെട്ടാലോ അറബി കട്ടിലിൽ കിടന്ന് അടുത്ത് കിടക്കണ പെണ്ണുമുള്ള നടുവിന് ചവിട്ടി തറയിലിടാനല്ലാതെ വല്ലതും നമുക്ക് പറ്റുമോ? എന്നാലും സ്വപ്നത്തിനൊരു കുറവില്ല. അങ്ങനെ സ്വപ്നം കാണാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നബി. നല്ല പ്രിയമുള്ളവരെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അയച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചെങ്കിൽ ആ പ്രവാചകനെ അല്ലാഹു സ്നേഹിച്ചതിന്റെ അടുത്ത ഒരു ഉദാഹരണം കൂടി കേട്ടോ. കുറെ കാലം ജിബ്രീൽ വന്നില്ല, കുറെ നാള് ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല, ആയത്തിറങ്ങിയില്ല. ആകെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷം വരുന്നത്. പക്ഷേ ആയത്തിറങ്ങിയില്ല, കുറെ നാള് ജിബ്രീൽ പറന്നിറങ്ങിയില്ല. ആ സമയത്ത് ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞതെന്താ? അല്ലയോ മുഹമ്മദേ, നിന്റെ പടച്ചോ നിന്നോട് പിണങ്ങിയോ മുഹമ്മദേ? നിന്റെ അല്ലാഹു നിന്നോട് പിണങ്ങിയോ മുഹമ്മദേ? നിന്റെ ജിബ്രീലിനെ കാണാനില്ലല്ലോ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടമായി പോയി. അല്ലാഹുവിന്റെ റസൂൽ പ്രയാസത്തോടുകൂടി ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ട പൊന്നുമോർ പൊട്ടിക്കരയുമ്പോ മാതാവ് ഓടി വന്ന് മാറോട് ചേർത്ത് വെച്ച് താലോലിക്കുന്ന രസത്തോടെ, താലോലിക്കുന്ന സുഖത്തോടെ അല്ലാഹുവിന്റെ ജിബ്രീൽ പറന്നു വരികയാ. വല്ലുഹാ വല്ലൈലി ഇദാ സദാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഇറങ്ങുകയാ. സൂറത്തുൽ ളുഹാ ഇറങ്ങിയത് എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് സമാധാനം കൊടുത്തുകൊണ്ടാ. എന്തുകൊണ്ട് ജിബ്രീൽ വരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു പോയ പ്രവാചകനോട് അല്ലാഹു പറയുന്നു, നബിയേ, അങ്ങ് കരയണ്ട നബിയേ, അങ്ങ് വിഷമിക്കണ്ട നബിയേ. പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ ഒരു മാറാവ് താലോലിക്കുന്ന സുഖത്തോടെ അല്ലാഹു പടച്ചതമ്പുരാ ലോകത്തിന്റെ നായകനെ ആസ്വദിപ്പിക്കുകയാ. അതുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, മനസ്സിൽ ടെൻഷനുള്ളവർ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണ്. കട തുറന്നു, കച്ചവടമില്ല, ഒരു കച്ചവടവും ഇല്ല, വെറുതെ FM-ന്റെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കും. നാട്ടിലെങ്ങും പാട്ടായി, റേഡിയോ മാങ്കോ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ചെലവാകാത്ത അരി ഇങ്ങനെ കൈ കോരിയെടുത്ത് അല്ലാഹുവേ എന്ത് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് സൂറത്തുൽ ളുഹാ നല്ലതാണ്. മനസ്സിൽ ടെൻഷൻ ഉള്ളവർക്ക്. ഇന്ന് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കണ്ടാൽ ശരിയാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ടെൻഷനാ. ഭർത്താവ് വിചാരിക്കും, നേരത്തെ അവർക്ക് ആരാ മിസ് കോൾ അടിച്ചല്ല. അവള് തിരിച്ചിങ്ങോട്ട് ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും. എന്തിനേറെ വിവാഹം കഴിഞ്ഞാൽ മണവറയിൽ ആദ്യമായിട്ട് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത്, നേരത്തെ ഏതെങ്കിലും ചെറുപ്പക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? തിരിച്ച് ഭാര്യ ഭർത്താവിന് ചോദിക്കണത് ഉണ്ടായിരുന്നെന്ന് ഏതെങ്കിലും മടയുകൾ പറയോ? ഇല്ലെന്നല്ലേ പറയുള്ളൂ. പിന്നെ ഇതിനെ ചോദിക്കാൻ പോണേ?
എത്ര ഉള്ളവരാണെങ്കിലും ഇല്ലാന്നേ പറയോ, കല്യാണത്തിന്റെ അന്ന് തന്നെ പറയോ, 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങും. അപ്പൊ അത് മനസ്സിന്റെ അകത്ത് ടെൻഷനാണ്. മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്തവര് ഏത് ജോലിക്കിറങ്ങിയാലും കച്ചവടം നടക്കുന്നില്ല, ഏത് കടയിൽ ചെന്നിരുന്നാലും കച്ചവടം നടക്കുന്നില്ല, ഏത് സ്ഥാപനം തുടങ്ങിയാലും വിജയിക്കുന്നില്ല, കയ്യിൽ കാശ് വരുന്നില്ല, കടം തീരുന്നില്ല, സമാധാനമില്ല. അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദേ, ഭർത്താവ് 10-20 കൊല്ലമായി വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുകയാ, ഇതുവരെ ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മാസവും കാശയക്കുന്നുണ്ട്, പക്ഷേ കാശൊന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞ മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്ത മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, ഓരോ മാസവും പെരുകി വരുന്ന പൈസയുടെ കണക്കോർത്തുകൊണ്ട്, കടത്തിന്റെ ഗതിയോർത്തുകൊണ്ട് കണ്ണുനീരോടുകൂടി അള്ളാഹുവിനെ ഓർക്കുന്ന മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, എന്നു രോഗമാണ് ഉസ്താദേ, രോഗം മാറുന്നില്ല. ഒന്നാമത്തെ കുട്ടിക്ക് രോഗം മാറുമ്പോ രണ്ടാമത്തെ കുട്ടിക്ക് രോഗം വരികയാ. അതേ, ഒരു വീട് വെക്കാൻ വേണ്ടി കല്ലിട്ടിട്ട് കുറ്റിയെടുത്തിട്ട് നാടുകളേറെയായി, ഇതുവരെ ആ വീടിന്റെ പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയ ഈ സമുദായത്തിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഏത് സൂറത്താണ് നിങ്ങൾ ഓതേണ്ടതെന്ന് ചോദിച്ചാ റസൂലുള്ളാഹിയുടെ മനസ്സിന് സമാധാനം കൊടുത്ത, അല്ലാഹുവിന്റെ ഹബീബിന് ശാന്തത കൊടുത്ത, റസൂലുള്ളാഹിയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് വന്നിറങ്ങിയ സൂറത്തുൽ ളുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ഈ സൂറത്ത് നിരന്തരം ഓതുന്നത് മനസ്സിന്റെ ടെൻഷൻ മാറ്റാൻ നല്ലതാ. അങ്ങനെ ആ സൂറത്തിറക്കി പ്രവാചകൻ അള്ളാഹു സ്നേഹിച്ചു. ഇതവിടെ നിൽക്കട്ടെ. ഇനി മലക്കുകൾ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു? ബദർ യുദ്ധം നമുക്കറിയുമല്ലോ. യൽഫിമ്മനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കായ മാലാകമാര് ബദർ യുദ്ധത്തിന്റെ പട്ടിണി പാവങ്ങള് കുരുമ്പ് പിടിച്ച വാളുമായി കയ്യിൽ വെച്ചുകൊണ്ട് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി വയറ് മുതുകിനോട് ഒട്ടിപ്പോയ പട്ടിണി കിടന്ന പ്രിയപ്പെട്ട ബദറിന്റെ സഹാബത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോ അവിടെ ആരാ? ആയിരക്കണക്കിന് വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് പകരമായി ആരാണ് പ്രിയപ്പെട്ടവരെ ഇറങ്ങി വന്നത്? ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅംദുൻ അദില്ലാ, കല്ലും മുള്ളും മണലും സ്നേഹിച്ച നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നി ലഅരിഫുൽ ഹജറ ബിമക്ക കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബ്അസ, എനിക്ക് നുബുവത്ത് കിട്ടി നബിയാകുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ഒരു കല്ല് എന്നോട് സലാം പറയുമായിരുന്നു. സാധാരണ ചില ആൾക്കാർ പറയും 40 വയസ്സുവരെ മക്കയിൽ ജീവിച്ച സാധാരണ അറബി പയ്യനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ചില വിവരമില്ലാത്തവന്മാര് നടക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് 40 വയസ്സുവരെ ജീവിച്ച സാധാരണ അറബി പയ്യനല്ല. കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബ്അസ, കല്ല് സലാം പറയുമായിരുന്നു എന്നോട്. അല്ലാഹുവിന്റെ റസൂല് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം പറയുന്നു, അൽആന അരിഫുല്ലാ, ഇപ്പോഴും എനിക്ക് ആ കല്ലിനെ തിരിച്ചറിയാ. അന്നെന്നോട് സലാം പറഞ്ഞ കല്ലിനെ എനിക്ക് ഇപ്പോഴും അറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശം സ്നേഹിച്ച പ്രവാചകന്റെ ഉദാഹരണം എങ്ങനെയാ? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുകയാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിമ്പറിൽ നിൽക്കുകയാ. വജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാ. വന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ, ഹലക്കത്തുൽ അംവാൽ, സ്വത്തൊക്കെ നശിച്ചു പോയിരിക്കുന്നു നബിയെ. മഴയില്ലാത്തോണ്ട് സ്വത്തൊക്കെ നശിച്ചു പോയിരിക്കാന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ദുആ ചെയ്യണം. പൊന്നാര നബിതങ്ങൾ 2 കൈ ഉയർത്തുകയാണ്. ഇന്ന് ദുആ ചെയ്യുമ്പോ കൈ ഉയർത്താൻ പാടില്ല. ശിർക്കാണത്രേ, ശിർക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലോകത്തിന്റെ നായകനതാ മിമ്പറിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ കൈ ഉയർത്തുകയാ. എന്നിട്ട് ആകാശത്തിലേക്ക് കണ്ണുയർത്തിയിട്ട് ലോകത്തിന്റെ നായകൻ പറയുന്നു, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ തരണേ റബ്ബേ.
മഴ തരണേ റബ്ബേ എന്ന് പറഞ്ഞു തീരണേനകത്ത് ആകാശം മേഘങ്ങൾ വന്നുകൂടി മഴ പെയ്തു. മഴ പെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 6 ദിവസം വരെ സൂര്യനെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. 6 ദിവസം വരെ പിന്നെ സൂര്യനെ കണ്ടില്ല. ഇരുട്ടും മഴയും, മഴയേ മഴ. അവസാനം ഈ വന്ന മനുഷ്യൻ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്ന് പറഞ്ഞു, നബിയെ ഹലക്കുത്തുൽ അംബാൽ, മഴ കാരണം സ്വത്തൊക്കെ നശിച്ചുപോയി, അതുകൊണ്ട് മഴ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പറയുമ്പോ മഴ പെയ്യുന്നു, നിൽക്കാൻ പറയുമ്പോ നിൽക്കുന്നു. അത് പ്രപഞ്ചം പ്രവാചകനോട് കാണിച്ച സ്നേഹമാണ്. മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹു തന്നെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹം ആകാശം പടച്ച തമ്പുരാനോട് പറഞ്ഞിട്ട് മഴ പെയ്യിപ്പിക്കുകയാ. മഴ ഇങ്ങനെ തകൃതിയായി പെയ്തപ്പോ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തി, അല്ലാഹുമ്മ ഹവ അലൈനാ വലാ അലൈനാ. മഴ ഒരുപാട് ഇടിച്ച് തമർത്ത് പെയ്യുമ്പോ ഈ ദുആയ ചെയ്യേണ്ടത്. നമ്മൾ എന്താ പറയാ, മഴ ഒരുപാട് പെയ്യുമ്പോ നമ്മൾ പറയും, മക്കളെ കേബിളിന്റെ കണക്ഷൻ പോയിട്ട് ഇടിയും മിന്നലും ഒക്കെ ശരിക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുമ്മ ഹവാ അലൈനാ വലാ അലൈനാ. ഈ പഠിക്കണമെന്ന് മറന്നുകൊണ്ട സൂറത്തുൽ ദുഹാ, ബദരീങ്ങളുടെ പേരിലുള്ള ഫാത്തിഹ, മഴ പെയ്യുമ്പോൾ ദുആ അല്ലാഹുമ്മ ഹവാ അലൈനാ വലാ അലൈനാ, അത് മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ പറഞ്ഞു. ദുആ പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ മഴ നിന്നുപോയി. പിന്നീട് മഴ പ്രപഞ്ചത്തിലേക്ക് പെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയണമായിരുന്നു സുബ്ഹാനല്ലാഹ്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ ആകാശം സ്നേഹിച്ചു. ഇനി ഭൂമി സ്നേഹിച്ചതിന്റെ ഉദാഹരണം നിങ്ങൾക്കറിയണമോ? ഭൂമി സ്നേഹിച്ചത് എങ്ങനെയാ? ഹുദൈബിയ സന്ധിയുടെ കാലയളവിൽ 1400 സഹാബികൾക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഒരു കിണർ മാത്രമേ ഉള്ളൂ. കിണർ വറ്റി, ഒരു ഗ്ലാസ് വെള്ളം മാത്രം കിണറ്റിനകത്തുണ്ട്. ഒരു സഹാബി ഒന്ന് കിണറ്റിലേക്ക് നോക്കിയപ്പോ വെള്ളമില്ല. ഉടനെ പ്രവാചകരുടെ മുന്നിലേക്ക് പോവുകയാ. ദാഹം ഭയന്നുകൊണ്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, കിണറ്റിന്റെ അകത്ത് വെള്ളം തീർന്നുപോയി റസൂലേ, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കിണറിന്റെ അരികിൽ വന്ന് പ്രവാചകൻ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കിണറ്റിനകത്തുള്ള ഒരു ഗ്ലാസ് വെള്ളം ഇഞ്ഞു കോരിയെടുക്കാൻ പറഞ്ഞു. അത് കോരിയെടുത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളം വായ്ക്കകത്ത് കൊണ്ടിട്ട് കിണറ്റിലേക്ക് തുപ്പി. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയാം, റസൂലുള്ള കിണറ്റിലേക്ക് തുപ്പിയില്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, ഈ വെള്ളം കിണറ്റിലേക്ക് അള്ളാന്റെ ഹബീബ് തിരിച്ച് വായിൽ നിന്ന് തിരിച്ച് കിണറ്റിലേക്ക് ഇട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആ വെള്ളം അള്ളാന്റെ ഹബീബ് കിണറ്റിലേക്ക് തിരിച്ചിറക്കിയതിനു ശേഷം പിന്നെ നമുക്ക് താഴേക്ക് നോക്കേണ്ടി വന്നില്ല. കിണറിന്റെ മുകൾ ഭാഗത്ത് വരെ വെള്ളമങ്ങ് നിറഞ്ഞു പോയി. ഇതാരാണ് തോഹ റസൂലുള്ളാഹേ, തിങ്കൽ ഹബീബുള്ളാഹേ, ലോകത്തിന്റെ മരതകമേ, മാണിക്യമേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പ്രപഞ്ചം സ്നേഹിച്ചു. ഇനി ജീവജാലങ്ങൾ സ്നേഹിച്ചു. അതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തേക്ക്, ജീവജാലങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാ? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു സൗറിന്റെ അകത്ത് ഒളിച്ചിരിക്കുമ്പോ ഒരു സർപ്പം വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തുകൊണ്ട് കിടക്കുന്ന അബൂബക്കറിന്റെ കാലിൽ കൊത്തിയെന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ. ആ സർപ്പമേതാ? അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി മഹബത്തോടെ വന്ന സർപ്പമാ. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വന്ന സർപ്പമല്ല. പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഗുഹയ്ക്കകത്ത് വന്നു എന്നറിഞ്ഞപ്പോ ഒന്ന് നേരിട്ട് കാണാന്നല്ലോ എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് തുറന്നിരിക്കുന്ന മാളത്തിലൂടെ പുറത്തു വരാൻ പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടച്ചു, കാലിലൊരൊറ്റ കൊത്ത്. കാണാൻ വന്നതാ, അല്ലാതെ കൊത്താൻ വന്നതല്ല. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഗുഹയ്ക്കകത്ത് വന്നപ്പോ ചിലന്തി വലകെട്ടുകയാ. ആള് താമസമില്ലാത്ത സ്ഥലത്താണ് ചിലന്തി വലകെട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഇല്ല എന്നറിയിക്കാനായിട്ട് ചിലന്തി വലകെട്ടിയിരിക്കുകയാ. പ്രവാചകന്റെ തലയെടുത്തുകൊണ്ട് ചെന്നാല് 100 ഒട്ടകം തരാമെന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കള് പ്രവാചകനെ നോക്കാൻ വേണ്ടി ഗുഹാമുഖത്ത് വരുമ്പോ ചിലന്തി വലകെട്ടിയിരിക്കുകയാണ്. അവര് പറഞ്ഞു, ഇതിനകത്ത് ആരുമില്ല, നമുക്ക് പോകാം.
ഈ ചിലന്തി വല കെട്ടിയതെന്തിനാണ്? അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ സകല വസ്തുക്കളും അള്ളാന്റെ റസൂൽ നടന്നു പോയപ്പോ മാൻപേട പറഞ്ഞില്ലേ പൊന്നാര നബിതങ്ങളോട്, അള്ളാന്റെ റസൂലേ, ഈ വേട്ടക്കാരൻ എന്നെ പിടിച്ചിരിക്കുകയാ നബിയേ, ഇതിന്റെ അകത്തും എന്നെ തുറന്നു വിടുമോ നബിയേ? ഇന്നലീ ഔലാദൻ അർളഅതു, എനിക്ക് മക്കളുണ്ട് നബിയേ, ഞാൻ അവർക്കൊന്ന് മുലപ്പാല് കൊടുത്തിട്ട് മടങ്ങി വരാൻ നബിയേ, എനിക്ക് മക്കളുണ്ട്, അതുകൊണ്ട് ഞാൻ അവർക്ക് പാല് കൊടുത്തിട്ട് മടങ്ങി വരാൻ നബി എന്ന് അഴിച്ചു വിടണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാ. അള്ളാന്റെ ഹബീബ് വേട്ടക്കാരനോട് പറഞ്ഞു, പാവമല്ലേ ഒന്ന് അഴിച്ചു വിട്ടേ. നമ്മുടെ ഹബീബ് അങ്ങനെ ആരോടും വെറുപ്പില്ലാത്ത പ്രവാചകൻ. അബൂജഹൽ പനി പിടിച്ച് കിടക്കുമെന്ന് അറിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ കാണാൻ പോയി. ആ സമയത്ത് അബൂജഹൽ ചെയ്ത പരിപാടി എന്താ? വലിയ ഒരു കള്ളക്കുഴി എടുത്തിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ പില്ലുകൾ കൊണ്ട് മറച്ചു വെച്ചു. എന്നിട്ട് ശത്രുക്കളോട് പറഞ്ഞു, മുഹമ്മദ് എന്നെ കാണാൻ വേണ്ടി വരുമ്പോ അവൻ നടന്നു വരുമ്പോ ഈ കുഴിക്കകത്ത് വീഴുമ്പോ നിങ്ങൾ കല്ല് പറക്കി എറിഞ്ഞ് മുഹമ്മദിനെ കൊല്ലണം. എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. അബൂജഹൽ അങ്ങനെ വലിയ കുഴിയെടുത്തു. ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ, അബൂജഹൽ സുഖമില്ലാതെ കിടക്കാണ്. എത്ര പ്രാവശ്യം പ്രവാചകനെ കല്ലെറിഞ്ഞു, എത്ര പ്രാവശ്യം പ്രവാചകനെ കുറ്റപ്പെടുത്തി. ആ അബൂജഹൽ സുഖമില്ലാതെ കിടക്കുന്നെന്നറിഞ്ഞപ്പോ അള്ളാന്റെ റസൂലും നടന്നു വരികയാ. മന്ദസ്മിതമായി മധുമൊഴി തീർത്തൊരു പോവേ മഹ്മൂദേ, മാണിക്യം മരതകം നാണിക്കുന്നുള്ളൊരു ചേലേ പനിനീരേ. അള്ളാന്റെ റസൂലിന്റെ പ്രകാശമുള്ള പരിശുദ്ധ പൂമുഖവുമായി ലോകത്തിന്റെ നായകൻ നടന്നു വരികയാ. അബൂജഹലിനെ കാണാൻ വേണ്ടി നടന്നു വരികയാ. അബൂജഹൽ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിയുടെ അടുത്തെത്തി. ശത്രുക്കളൊക്കെ ഒളിച്ചിരിക്കുക, വലിയ കല്ലുവാട്ട്. കുടിയുടെ അടുത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കൈ കാണിച്ചിട്ട് നമ്മൾ വിചാരിക്കും ബുക്കും പേപ്പറും ചോദിക്കാനായിരിക്കും. എന്നല്ല, അള്ളാഹുവിന്റെ നബിയെ മതി, തിരിച്ചു പോകണം, ഇവിടെ ഇനി കാലെടുത്ത് വെച്ചാ കുഴി അങ്ങ് വീണുപോകും. അള്ളാന്റെ റസൂൽ എപ്പോഴേ തിരിച്ചു. ജിബ്രീൽ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ലല്ലോ. അബൂജഹൽ ജനലിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കാന്ന് റസൂലുള്ള പറയണത് ഇപ്പൊ വീഴും എന്ന് പറഞ്ഞു. നബി തങ്ങൾ തിരിച്ചു പോയപ്പോ അബൂജഹൽ ആവേശമായി, മുഹമ്മദേ പോകല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി വന്ന പാവപ്പെട്ട കേട്ടില്ലാത്ത വീണ ഉടനെ മറ്റൊരു വിചാരിച്ച് മുഹമ്മദാ വീണെന്ന് പറഞ്ഞ് എറിയും തുടങ്ങി. ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു, ഞാൻ മുഹമ്മദല്ല, ഞാൻ അബൂജഹലാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അബൂജഹൽ ഞങ്ങളോട് പറഞ്ഞതാ, നീ അങ്ങനെ പലതും പറയും, ഒരു രക്ഷയില്ല പറഞ്ഞ് എറി തുടങ്ങി. അവസാനം ഇവര് കയറ് കെട്ടിയിട്ട് അബൂജഹലിനെ വലിച്ചു കയറ്റാൻ തുടങ്ങി. അബൂജഹൽ കരയെത്താറാവുമ്പോ കയറ് പൊട്ടി തറ വീഴും. അവസാനം അബൂജഹൽ പറഞ്ഞെന്താണെന്നറിയോ? മുഹമ്മദിനെ വിളിച്ചു കൊണ്ടുപോവാ. അതുകൊണ്ടാണ് അബൂജഹലിന് അങ്ങനെ ഒരു മരണം അള്ളാഹു കൊടുത്തത്. അബൂ ലഹബായിരുന്നെങ്കിൽ പറയൂല. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിനെ കൊണ്ടുവന്നല്ലാതെ എനിക്കിനി ഇവിടെ നിന്ന് കയറാൻ പറ്റൂല. അവര് പറഞ്ഞു, മുഹമ്മദിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് പറയണം? മുഹമ്മദിന്റെ കൈ ഇങ്ങോട്ട് നീട്ടിത്തരാൻ പറഞ്ഞാൽ മതി, അത് നീണ്ടോളും, കയറൊന്നും വേണ്ട. ആരാ പറയുന്നതാരാ? അബൂജഹലിന്റെ ബുദ്ധി പോലുമില്ലാത്ത പുത്തൻവാദികളെ പഠിച്ചോ. അബൂജഹലിന്റെ തലച്ചോറിലെ വെള്ളം പോലുമില്ലാത്ത ലോകത്തെ പുത്തൻവാദികൾ പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തരുമോ എനിക്ക് പിടിച്ചു കയറി വരാൻ? അബൂജഹലാ പറഞ്ഞത്. കൈയൊന്ന് നീട്ടിത്തരുമോ നബിയെ? അള്ളാന്റെ റസൂൽ കൈ നീണ്ടു വന്ന് അബൂജഹൽ അതിൽ പിടിച്ച് കയറാൻ നേരത്ത് അള്ളാന്റെ റസൂൽ ചോദിച്ചു, കര വന്നാൽ നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. കേറി വന്നാൽ അബൂജഹൽ എന്നെ കൊണ്ട് വിശ്വസിക്കോ? അബൂജഹൽ പറഞ്ഞു, എപ്പോ വിശ്വസിക്കുമെന്ന് ചോദിച്ചാൽ മതി. എപ്പോ വിശ്വസിക്കുന്നു? ഇത്രയും വലിയ കുഴിയെന്ന് കേട്ടിയ പിന്നെ വിശ്വസിക്കൂല. മുകളിലെത്തിയപ്പോ അബൂജഹൽ പറയാ, ഭയങ്കര മേജിക്കാണല്ലോ മുഹമ്മദ്, ഇന്നത്തെ പരിപാടി കൊള്ളാം, അപ്പൊ ഞാൻ ബിരിയാണ് എന്ന് പറഞ്ഞ അബൂജഹൽ ഒറ്റോട്ടം. വിശ്വസിക്കൂല, അവൻ അസൂയ. പക്ഷേ അവിടെ പോലും അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നില്ലേ, കാണാമെന്നില്ലേ? അതുകൊണ്ട് ഈ മാൻപേടയുടെ സങ്കടം അല്ലാഹുവിന്റെ റസൂൽ വേട്ടക്കാരനോട് പറഞ്ഞു. വേട്ടക്കാരൻ പറഞ്ഞു, ഇത് മനുഷ്യനല്ല, മൃഗമാണ്. ഇതിനെ തുറന്നു വിട്ട ആ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് തിരിച്ചു വരുമെന്ന് പറയുമ്പോ തുറന്നു വിടാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. മുഹമ്മദ്, നീ നിന്റെ പണി നോക്കിയപ്പോ, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഭ്രാന്തെന്ന് എല്ലാരും പറയാം, ഞാനൂടെ ഉള്ളു പറയാം. മുഹമ്മദ് പറഞ്ഞു, അത് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടിമയാണ്, എന്നെ എന്തും ചെയ്തു.
ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഈ സമുദായത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന മാണിക്കോത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് ഇതുപോലെ മധുരമുള്ള ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റോ? അല്ലാഹുവിന്റെ റസൂല് പറയാ, മാൻപേട മടങ്ങി വന്നില്ലെങ്കിൽ എന്നെ നീ എടുത്തോ, എന്തും ചെയ്യാം, നിനക്കെന്നെ എന്തും ചെയ്യാം. വേടം പറഞ്ഞു, മുഹമ്മദേ വേണോ? നല്ല ഗ്ലാമറുള്ള ശരീരമാണ്, എന്തിനാ എന്റെ കയ്യിൽ തന്നെ പാഴാക്കുന്നത്? ഞാൻ അടിമച്ചന്തയിൽ കൊണ്ടുപോയി നിന്നെ കച്ചവടം ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുഴപ്പമില്ല. മാൻപേടയോട് ചോദിച്ചു, നീ മടങ്ങി വരുമോ? പുന്നാര നബിതങ്ങളോട് മാൻപേട പറഞ്ഞു, ഞാൻ മടങ്ങി വരും. മാൻപേടയെ തുറന്നു വിട്ടു. ഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികളെ ചവിട്ടി വേദനിപ്പിക്കാറ് ഓടിപ്പോവുകയാണ് മാൻപേട. വേട്ടക്കാരൻ പറഞ്ഞു, ആ ഓട്ടം കണ്ടാൽ അത് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ മുഹമ്മദേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നോക്കാം. പോയിട്ട് കുറെ സമയമായി, മാൻപേട തിരിച്ചു വന്നില്ല. വേട്ടക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, ആ മാൻപേടയ്ക്ക് പകരമായി നിന്നെ ഞാൻ കൊണ്ടുപോവുകയാ. ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലതാ മരുഭൂമിയുടെ അകലത്തേക്ക് വിരൽ ചൂണ്ടുകയാ. സുബ്ഹാനല്ലാഹ്, മക്കൾക്ക് പാല് കൊടുത്തിട്ട് സന്തോഷം പോലും മാറാതെ ബഹുമാനപ്പെട്ട പ്രവാചകന് കൊടുത്ത വാക്ക് പാലിക്കാൻ അകലത്തിരുന്ന് മാൻപേട ഓടി വരികയാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല, വടിയിൽ നിന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എന്റെ ഹബീബിന്റെ ശരീരത്തില് ഞാൻ കാരണം ഒരു പോറല് പോലും ഏൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാൻപേട തളർന്ന് ഓടി വന്ന് റസൂലുള്ളാഹിയുടെ മുമ്പ് വന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ കൂപ്പി കാണിച്ചിട്ട് മാൻപേട പൊട്ടിക്കരയുമ്പോ മൃഗങ്ങളെ പോലെ മനസ്സുള്ള ആ വേട്ടക്കാരനില്ലേ, തന്റെ വലയും തന്റെ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ലോകത്തിന്റെ നായകന്റെ മുമ്പ് ഇരുന്നു കൊണ്ട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഈ മൃഗം തിരിച്ചറിഞ്ഞ പോലെ അങ്ങേ എന്തിനാണ് ഞാൻ തിരിച്ചറിയാതെ പോകുന്നത്? അതുകൊണ്ട് എനിക്ക് മാൻ വേണ്ട, ഒട്ടകം വേണ്ട, പുലി വേണ്ട, കടുവ വേണ്ട. നബിയേ, ഇന്നു മുതൽ ഞാൻ വേട്ടയ്ക്ക് പോകുന്നില്ല, എനിക്ക് അങ്ങ് മതി നബിയേ. ലോകത്തിന്റെ നായകരെ, എനിക്ക് അവിടുത്തെ മതി നബിയേ. അവിടുത്തെ സ്നേഹം മതി റസൂലേ, അവിടുത്തെ പൊരുത്തം മതി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കൽ വീണുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു പോലെങ്കിൽ ഈ പ്രവാചകനെ നമുക്ക് വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയ